അത് ഈ ആനയെ പേടിച്ചിട്ടായിരിക്കുള്ളൂ. നമ്മൾ പരസ്യം ചെയ്തിട്ടില്ലല്ലോ. സാർ ഇവിടത്തെ ആളാണോ? അതെ. ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. വേഗം ചെല്ല്, ഇപ്പൊ ഉടനെ നിയമനോത്തരവ് കിട്ടും. വളരെ ഉപകാരം. അല്ല, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയല്ലേ. ഗജരാജ കലാപരിപാടികൾ 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചുപോയി. നമസ്കാരം. ഇവിടെ ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. പാപ്പാൻ ചാപ്പാടങ്ങ് പുറയില്ല. ചാപ്പാ അതിന്റെ എന്താ? എനിക്ക് ഇവിടെ അത് ഏത് കൊലക്കൊമ്പനെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ. പേര് ശങ്കരൻകുട്ടി. എന്താണോ? ഞാൻ തെക്കേപ്പാട്ട പാപ്പാനാ. അവിടുത്തെ പാപ്പാമാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാ. പേര് ശങ്കരൻകുട്ടി. താൻ തെക്കേപ്പാട്ടെന്നാണോ? അതെ. എന്റെ മുല്ലയ്ക്കൽ ഭഗവതി, നീ ഞങ്ങളെ കാത്തു. എന്തെത്ര വൈകി? അത് ഇവിടുന്നുള്ള ആള് അവിടെ എത്താൻ വൈകിയുണ്ട്, അവിടെ നിന്നുള്ള ആള് ഇവിടെ എത്താൻ വൈകിയുണ്ട്. എന്താ സംഭവം ഏട്ടാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, പാപ്പാൻ മണിയിൽ തെക്കേപ്പാട്ടുകാരല്ല, നീ ലോകത്തിൽ ആരുമില്ല. ഏത് കൊടി കെട്ടിയ ആനയായിക്കോട്ടെ, തെക്കേപ്പാട്ടുകാരുടെ മുമ്പിൽ ആട്ടും കുട്ടിയാ. ഇതിപ്പോ തോക്കും വെടിയൊന്നും വേണ്ട. സ്വാമി ചെല്ല്. എന്താ ഇത്ര ആൾക്കൂട്ടം? ചേട്ടാ, ചേട്ടോ, ആന ഇറങ്ങിയിരിക്കാ, സൂക്ഷിക്കണേ. എന്ത് സൂക്ഷിക്കാൻ ചങ്ങാതി? ഇടഞ്ഞാലും ഇടഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരുപോലെ. ഒന്നുകിൽ നിന്റെ പാപ്പാൻ, അല്ലെങ്കിൽ ഈ തറവാട്ടിനൊരു രക്തസാക്ഷി.
ഈശ്വരാ, എങ്ങനെയാ ഇതില് കേറേണ്ടത്? എനിക്ക് കേറണടാ, കേറണം, കേറണം. എങ്ങനെയാ കേറേണ്ട ഈശ്വര? പുല്ലക്കൽ തറവാട്ടിലെ നെടുന്തൂളുകൾ എന്ന് പറയുന്നത് ഇവര് 3 പേരുവാ. ഫോണിൽ കൂടെ ചിഹ്നം വിളിക്കുന്ന കേട്ടില്ലേ, അത് ഇവിടുത്തെ ആരെയല്ല, മൂത്തയാള് നാരായണൻ നായര്. ഉറച്ച ശരീരം, കുഞ്ഞുങ്ങളുടെ മനസ്സ്, കേൾവിക്കുറവ്, ഇതെല്ലാമാണ് നാരായണൻ നായര്. കുട്ടികളില്ലാത്ത ദുഃഖം മറച്ചു വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് വിരുമ്പുന്നത് ഞാൻ കാണാറുണ്ട്. രണ്ടാമത്തെ ആള് അച്യുതൻ നായര്. പേര് ശ്രീകൃഷ്ണന്റെ പര്യായമാണെങ്കിലും രൂപം ഭീമന്റെയും ഘടോൽക്കന്റെയും ഒക്കെയാ. അവിവാഹിതൻ. ഇവര് 2 പേരുണ്ടെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടത്തുന്നത് 3ാമത്തെ കക്ഷി പരമേശ്വരൻ നായര്. അങ്ങനെയൊക്കെ ഒറ്റ മോനേ ഉള്ളൂ. അവൻ മദ്രാസിലെ ഷിപ്പ്യാർഡിലോ എയർപോർട്ടിലൊക്കെ ആണെന്ന് പറയുന്നത് കേട്ടു. തറവാടിന്റെ ഭരണം ഈ 3 കക്ഷി, അതായത് 3 അമ്മാവന്മാർക്കാണെങ്കിലും ഈ 3 കക്ഷികളെയും ഭരിക്കുന്ന വേറൊരു കക്ഷിയുണ്ട്. 3 അമ്മാവന്മാർക്ക് കൂടിയുള്ള ഒരേ ഒരു അനന്തരവൾ. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പാവം കുട്ടി. ഈ തറവാട് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുടെ എല്ലാ ഭാരവും ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ കുട്ടിയുടെ തലയിൽ വന്ന് വീഴുമെന്നുള്ളത് ആരെങ്കിലും കരുതിയതാണോ? സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ കുട്ടിക്ക് അമ്മാവന്മാരുണ്ടെന്ന് വെക്കാം. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അല്ല, അമ്മാവന്മാര് കുഞ്ഞിനെ മത്സരിച്ച് സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഉപ്പോളം വരൂ ശങ്കരൻകുട്ടി ഉപ്പിലിട്ടത് എന്റെ മോളാ ഗായത്രി. അച്ഛൻ കാര്യസ്ഥനായിരിക്കുന്നിടത്ത് ഒരു കൊച്ചു കാര്യസ്ഥ കൂടി ഇരുന്നോട്ടെ എന്ന് കരുതി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇവളാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ശരി. വാ കുട്ടി. എവിടെ അവൻ? യവൻ അനന്തപത്മനാഭൻ. ഓഹോ, അനന്തപത്മനാഭന്റെ ഫ്രണ്ട്സ് ആണ്. അവനെ അന്വേഷിച്ച ഞാൻ വിളിക്കുന്ന. എവിടെ അവൻ? അവൻ വന്നിട്ട് എനിക്കൊന്ന് പോവാൻ. രാവിലെ 1 മണിക്കൂർ ബാങ്കിൽ കാത്തുനിട്ടാ ഇങ്ങോട്ട് വരുന്നത്. എന്തിന്? ആ ഡി ഡി എവിടെ? ബീഡിയാ? ബീഡി സിഗരറ്റ് ഒന്നും അല്ല, പിന്നെ ഡി ഡി. നിങ്ങൾ അവനോടത്തെ കുവൈറ്റ് ഡ്രാഫ്റ്റ്. കുവൈറ്റ് ഡ്രാഫ്റ്റ്? ആ, എന്റെ കയ്യില്. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. കുവൈറ്റിലെ എണ്ണ കമ്പനിയിലെ മാനേജറല്ലേ? എണ്ണ കമ്പനിയിലെ മാനേജരാ? ആര്? നിങ്ങള്? അയ്യോ, മാനേജർ പോയിട്ട് ഒരു പിയൂൺ പോസ്റ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അല്ല ചേട്ടാ, ഈ കുവൈറ്റിൽ പോകാൻ വല്ല ചാൻസ് ഉണ്ട്? അപ്പോ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ? ഒത്തുകളിയാ? കളിക്കാൻ പറ്റിയ ടൈമേ. ആക്ച്വലി നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആക്ച്വലി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. പറയൂ. അവൻ തരാനുള്ള മുഴുവൻ പണവും നീ ഞങ്ങൾക്ക് തരണം. ഓഹോ, തരാല്ലോ. മൊത്തം എത്ര രൂപയുണ്ട്? ഇപ്പൊ വേണോ അത് 5 മിനിറ്റ് കഴിഞ്ഞ് മതിയോ? നിങ്ങളെന്താ എല്ലാവരും കൂടെ രാവിലെ തമാശ കളിക്കാതിരിക്കണ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? സാറേ, സാറ് അവന്റെ കൂട്ടുകാരനായി ഇവന്റെ ഡി മാറിയിട്ട് കാശ് തരാന്നും പറഞ്ഞ് അവൻ മുങ്ങിയിരിക്കുക. ഇവനാണല്ലേ കുവൈറ്റുകാരൻ? ഞാനല്ല. കള്ള റാസ്കൽ. റാസ്കൽ. ബാഗ് തട്ടിപ്പറിച്ചപ്പോഴേ നോക്കി നടക്കുക. എടാ, മുല്ലക്കത്തറവാട്ടിലെ പാപ്പാനെന്ന് പറയുന്നത് തന്നെ ഒരു അന്തസ്സ. അത്യാവശ്യമുണ്ടായിട്ടല്ല ആളെ എത്ര വിടുവോ? തറവാട് ക്ഷയിച്ചു എന്ന് വിചാരിച്ച് തെക്കേപ്പാട്ട് പാപ്പാമാർ ഇത്ര മോശമൊന്നുമല്ല. ആള് വന്ന സ്ഥിതിക്ക് നീ അവിടെ വരെ പോയി വരിക. അമ്മയ്ക്കുള്ള കഷായത്തിന്റെ കാര്യമെങ്കിലും മുടങ്ങാതെ കഴിയുമല്ലോ. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് പറ്റില്ല. അച്ഛനപ്പന്മാരായിട്ട് കുറെ കാലം തോട്ടിമടി പിടിച്ച് നടന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? കുറെ എണ്ണ ആയുസ് തീരും മുമ്പേ ചത്തു ആനയുടെ കുത്തുകൊണ്ട്. അത്ര അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. മോനെ, ആനച്ചോറ് കൊലച്ചോറല്ല, കുലച്ചോറ.